കേരളത്തിൽ അടുത്തിടെ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെയും പൊതു തെരഞ്ഞെടുപ്പുകളുടെയോ ഫലം പുറത്തു വന്നതിന് പിന്നാലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ ആത്മപരിശോധനകളും തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളും സമകാലീന രാഷ്ട്രീയ വിശകലനത്തിന് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. പരാജയത്തിന് പിന്നിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങൾ തേടുന്നതിലുപരി വിചിത്രവും അവിശ്വസനീയവുമായ നിരവധി ഘടകങ്ങളാണ് ഓരോ നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ചിരപരിചിതമായ പ്രതിരോധ തന്ത്രങ്ങളെയും ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള വിമർശനങ്ങളെയും ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ സമീപിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിരീക്ഷണങ്ങൾ സാമ്പത്തിക വികസനവും രാഷ്ട്രീയ വികാരവും തമ്മിലുള്ള സങ്കീർണ ബന്ധം തുറന്നുകാട്ടുന്നുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്വന്തം കേശിയിൽ നിന്ന് പണമെറിഞ്ഞ് നടപ്പിലാക്കിയപ്പോൾ ദാരിദ്ര്യം മാറിയ ജനത ബൂർഷ്വാസികളാവുകയും തുടർന്ന് ഇടത് വികാരം ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്തതാണ് തോൽവിക്ക് കാരണമെന്ന കണ്ടെത്തൽ വികസനം വിഴുങ്ങുന്ന വിപ്ലവം എന്ന പുതിയൊരു രാഷ്ട്രീയ തത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതായത് ഒരു ജനതയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ അവർ കുത്തക മുതലാളികളുടെ പാത പിന്തുടർന്ന് ഇടതുപക്ഷത്തിനെതിരെ തിരിയുന്നു. കൂടാതെ അതിനായി സെലിബ്രിറ്റികൾക്കായി പണം വീശിയെറിഞ്ഞ നടപടിയെ ജനം വിമർശനാത്മകമായി വിലയിരുത്തിയെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ബൂർഷ്വാസികളെ തിരിച്ചറിയുന്നതിൽ പാർട്ടിക്ക് പിഴവ് സംഭവിച്ചുവെന്ന സമ്മതത്തിൽ നേരിയ ഒരു ആത്മവിമർശനത്തിന്റെ ലാഞ്ചന ദൃശ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ തോൽവി വിശകലനത്തിൽ ഊന്നൽ നൽകുന്നത് ബാഹ്യമായ പ്രതികരണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും മേലാണ്. കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാരും പിണറായിയിലെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലുള്ള ജനസേവനവും തമ്മിലുള്ള വൈരുദ്ധ്യം, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ തള്ളിപ്പറയലും വെള്ളാപ്പള്ളി നടേശനെ കുലം കുത്തിയായി ചിത്രീകരിച്ചതിലെ തിരിച്ചടിയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. PM ശ്രീ പോലുള്ള നന്മയുള്ള പദ്ധതികളെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞതും അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കി മാറ്റിയതിലെ അഴിമതി ആരോപണങ്ങളും തന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതിനു പകരം വെറും കപ്പിത്താൻ എന്ന് വിളിച്ച് കളിയാക്കിയതും ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ കാരണമായി. ഈ സംഭവങ്ങളെല്ലാം ചേർന്ന് ചിലയിടങ്ങളിൽ ജാഗ്രത കുറവുണ്ടായതായാണ് തോൽവിക്ക് കാരണമെന്ന നിരീക്ഷണം വ്യക്തിപ്രഭാവം ചോദ്യം ചെയ്യപ്പെട്ടതിലെ അസ്വസ്ഥത വ്യക്തമാക്കുന്നുമുണ്ട്. പി അളവുമാലന്റെ പ്രസ്താവന കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം വിചിത്രമായ ഒരു സാങ്കേതിക ദുരന്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ആന്തൂരിലെ അളവുകോൽ ഫാക്ടറിയിൽ നിർമ്മിച്ച അളവുകോലുകൾ AKG സെന്ററിൽ വെച്ചുണ്ടായ ബോംബേറിൽ വിദഗ്ധരുടെ ഖണ്ഡനാളം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അളവെടുക്കാൻ സാധിക്കാതെ വന്നതാണ് പീഡനങ്ങളുടെ അളവുകൾ അളക്കുന്നതിൽ പരാജയപ്പെടാൻ കാരണം. ഗുരുവായൂർ മുൻ MLA-യുടെ അളവുകോൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറന്നുവെച്ചതും തോൽവിക്ക് കാരണമായി. ഈ പ്രസ്താവന രാഷ്ട്രീയത്തിലെ ഓരോ ചെറിയ വസ്തുക്കൾക്കും അപ്രധാനമെന്ന് തോന്നുന്ന സംഭവങ്ങൾക്കും പോലും പരാജയത്തെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ടെന്ന ഒരു പുതിയ അളവുകോൽ സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. BBC-യും യുനെസ്കോയും നൽകിയ അവാർഡുകളുടെ തിളക്കത്തിൽ മട്ടന്നൂരിലെ രാജ്ഞിയായി വാഴുന്നതിനിടയിൽ പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ നിന്നും വന്ന കള്ളക്കാഫറിന്റെ വെല്ലുവിളി ഏറ്റെടുത്തതിനെയാണ് KK ശൈലജ തോൽവിയുടെ കാരണമായി കാണുന്നത്. അണികൾ ചെമ്പട എന്ന് ഉടുമുണ്ട് മടക്കിക്കുത്തി വിളിച്ചതും തലശ്ശേരിയിലെ തറവാട്ടുകാർ ചരമഗീതങ്ങൾ പാടിയതും തന്റെ പരാജയത്തിന് കാരണമായി. അമിതമായ ആത്മവിശ്വാസം ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ വീഴ്ചയിലേക്ക് നയിച്ചെന്നും തന്റെ പ്രഭാവലയത്തെ ജനം തെറ്റിദ്ധരിച്ചെന്നും ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നുണ്ട്. MA ബേബിച്ചായന്റെ നിരീക്ഷണം ആഗോളതലത്തിൽ വിഷയങ്ങളിലേക്ക് കേരളത്തിലെ സഖാക്കളുടെ ശ്രദ്ധ തിരിഞ്ഞതാണ് തോൽവിക്ക് വഴിയൊരുക്കിയത് എന്ന് പറയുന്നുണ്ട്. അമേരിക്കയിലെയും ആമസോൺ കാടുകളിലെയും കാട്ടുതീയിൽ കരിങ്കുരങ്ങന്മാർ നശിച്ചപ്പോൾ പരിസ്ഥിതി പണ്ഡിതനായ മരുമകന്റെ ഇടപെടൽ മൂലം ഫയർ എഞ്ചിനുകൾ ക്യൂബയിലൂടെയും വിയറ്റ്നാമിലൂടെയും മുന്നോട്ടു പോയതിൽ സഖാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതേ തുടർന്ന് അവർ അറിയാതെ ചിഹ്നം മാറ്റിക്കുത്തി അമേരിക്കയോടുള്ള പ്രതിഷേധം അറിയിച്ചതാണ് പരാജയത്തിന് കാരണം. കൈരളി ചാനലിൽ വല്യേട്ടൻ സിനിമ പ്രദർശിപ്പിച്ചത് ഒരു കലാപരമായ പ്രതിഷേധമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അന്താരാഷ്ട്ര വിഷയങ്ങളിലെ അമിതമായ ശ്രദ്ധ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന ഈ സിദ്ധാന്തം ശ്രദ്ധേയവുമാണ്. നികേഷ് രാഘവന്റെ പ്രസ്താവന രാഷ്ട്രീയ വ്യക്തിഗത പ്രതികാരത്തിനുള്ള വേദിയാക്കി മാറ്റുന്നതിന്റെ ഉദാഹരണമാണ്. ബദൽ ഡേഗയിൽ അച്ഛനെ പുറത്താക്കിയവരോടും പാമ്പുകളെ കത്തിച്ചവരോടുമുള്ള പക വീട്ടാൻ വേണ്ടി താൻ അവരുടെ പാർട്ടിയിൽ നുഴഞ്ഞു കയറി ഉപദേശിച്ച് കുളിപ്പിച്ച് കിടത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിട്ടും പെൺകേസുകൾ നെയ്തെടുത്തും എതിരാളികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ബുദ്ധിയുള്ള വോട്ടർമാർ അത് തിരിച്ചറിഞ്ഞ് എതിരാളികളെ ഇല്ലായ്മ ചെയ്തു. അച്ഛനു വേണ്ടി ഒരു മകന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏറാൻ മൂളി വിശ്വം ബിനോയുടെ പ്രതികരണം അധികാരത്തിന്റെ അഹങ്കാരം വ്യക്തമാക്കുന്നതാണ്. വെളിയം ഭാർഗവന്റെയും CK ചന്ദ്രപ്പന്റെയും ആദർശ രാഷ്ട്രീയ മണികളിൽ അവമതിപ്പുണ്ടാക്കിയെന്നും കാനം രാജേന്ദ്രന്റെ നിലപാടുകളായിരുന്നു ആവശ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിണറായി വിജയനെ പോലുള്ള മഹത് വ്യക്തിക്ക് മുന്നിൽ ഓശാന പാടാൻ നിലകൊള്ളുമ്പോൾ പിണറായിയുടെ തീരുമാനങ്ങൾ ശശിയോടൊപ്പം നിന്ന് അംഗീകരിക്കുന്നുണ്ട്. ജനങ്ങൾ തോൽപ്പിച്ചാൽ ജനങ്ങൾക്ക് തന്നെയാണ് നഷ്ടമെന്ന ഈ നിലപാട് വോട്ടിംഗ് വികാരത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്ന സമീപനമാണ്. ഊളപ്പറമ്പിൽ മണിയനാശാന്റെ പ്രതികരണം ജനങ്ങളോടുള്ള രോഷം പ്രകടിപ്പിക്കുന്നു. പണ്ടൊക്കെ പരിപ്പുവടയും കട്ടൻ ചായയും നൽകി ജീവിപ്പിച്ചെന്നും
ഉപ്പും ചോറും കിറ്റിലാക്കി നൽകിയപ്പോൾ മര്യാദ കാണിച്ചെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇപ്പോൾ ആർത്തി മൂത്തെന്നും കോവിഡ് സമയങ്ങളിൽ ഗ്രഹണിപ്പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ടതുപോലെ പാർട്ടിക്കൊപ്പം കൂടിയ ജനത പെൻഷൻ വാങ്ങിയെടുത്ത ശേഷം തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നുവെന്നും പറയുന്നു. ഓഖി സമയത്തും പ്രളയ സമയത്തും നൽകിയ സഹായങ്ങൾ മനസ്സിൽ വയ്ക്കാതെ വോട്ട് ചെയ്യാത്ത ജനതയോട് വിടില്ല ഞങ്ങൾ എന്ന് പറയുന്നതിലൂടെ ധർമ്മം ചെയ്തതിലുള്ള കണക്ക് പറച്ചിൽ രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബുജി എം സ്വരാജിന്റെ പ്രസ്താവന തന്റെ തുടർച്ചയായ തോൽവികളെ കാലം കാത്തുവെച്ച കാവ്യനീതിയായാണ് കാണുന്നത്. പാർട്ടി സാഹിത്യം പഠിച്ച് പിണറായിക്കായി വാഴ്ത്തുപാട്ടുകൾ തയ്യാറാക്കി തന്നെ തൃപ്പൂണിത്തറയിൽ തോൽപ്പിച്ചതും, കേസിന് പോയപ്പോൾ കോടതികൾ തോൽപ്പിച്ചതും, പിന്നീട് നിലമ്പൂരിൽ അറക്കുവാൻ അയച്ചുകൊണ്ട് വീണ്ടും തോൽപ്പിച്ചതും മരുമകനെ അവരോധിക്കുവാനുള്ള കളികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. തന്നെ തോൽപ്പിക്കാൻ കളിക്കുമ്പോൾ കേരള ജനത അവരെ തോൽപ്പിക്കുന്നത് കാണാതെ പോകരുതെന്ന മുന്നറിയിപ്പ് പാർട്ടിയിലെ വിഭാഗീയതയും ഒറ്റപ്പെടുത്തലും തുറന്നു കാട്ടുന്നുണ്ട്. ക്യാപ്സ്യൂൾ ഫാക്ടറി സഖാക്കൾ സമരം ചെയ്ത് അടച്ചുപൂട്ടിയതും ലേശം ബാക്കിയുണ്ടായിരുന്ന ക്യാപ്സ്യൂളുകൾ AKG സെന്ററിലേക്ക് കൊടുത്തയക്കാൻ നോക്കിയപ്പോൾ നോക്കുകൂലി ചോദിച്ചതും മനീഷ് ഊളയേരി അത് കത്തിച്ചു കളഞ്ഞതും കാരണം സോഷ്യൽ മീഡിയ പോരാളികൾക്ക് ക്യാപ്സ്യൂൾ കിട്ടാതെ പോയതാണ് തോൽവിക്ക് കാരണമെന്ന ക്യാപ്സ്യൂൾ ശുംഭന്റെ നിരീക്ഷണം പാർട്ടിയിലെ ആശയപ്രചാരണ സംവിധാനത്തിന്റെ പരാജയമാണ് സൂചിപ്പിക്കുന്നത്. അതിജീവിത, ഗർഭം കലക്കി തുടങ്ങിയ പുതിയ ക്യാപ്സ്യൂളുകൾ ഏറ്റെടുക്കാൻ ബുദ്ധിവെച്ച ചെറുപ്പക്കാർ തയ്യാറാകാത്തതും തിരിച്ചടിയായി. അതേസമയം റിപ്പോർട്ടർ ബ്രേക്കിംഗ് മൊട്ടയും കൊള്ളക്കാരും ദിലീപ് വിഷയം, മാങ്കൂട്ടത്തെ റിസോർട്ടിൽ താമസിപ്പിച്ചത്, കോൺഗ്രസിലെ നേതൃയുദ്ധം, പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ അറ്റാക്കിംഗ്, ബാറ്റിംഗ് റേറ്റിംഗ്, മെസ്സിയുടെ കാര്യം എന്നിവയെല്ലാം അവതാളത്തിലാക്കുമെന്നും കായിക മന്ത്രിയുടെ തലയിൽ മുണ്ടിട്ട് നടത്തുമെന്നുമുള്ള പ്രഖ്യാപനങ്ങൾ, മാധ്യമ ഇടപെടലുകളും ഭീഷണികളും രാഷ്ട്രീയത്തിലെ നിത്യ സംഭവമാണെന്നും പറയുന്നുണ്ട്. MV ഗോവിന്ദൻ മുതൽ അല്പം ജലീൽ വരെയുള്ള നേതാക്കളുടെ ഈ വിചിത്രമായ പരാജയ വിശകലനങ്ങൾ തോൽവിക്ക് കാരണം ജനങ്ങളോ അന്താരാഷ്ട്ര സംഭവങ്ങളോ കരിങ്കുരങ്ങന്മാരോ അളവുകോലിന്റെ പൊട്ടിത്തെറിയോ ആവാമെന്ന ഒരു പുതിയ ചിന്താധാരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പിരായിരി എണ്ണിക്കഴിയുമ്പോൾ കേരളത്തിൽ ഇടതു തരംഗം എന്ന് പറഞ്ഞ സരീനും വിദ്യാഭ്യാസം കൂടിയതാണ് തോൽവിക്ക് കളമൊരുക്കിയതെന്ന് പറഞ്ഞ ചെങ്കൽച്ചുള ശിവൻകുട്ടിയും പൊതിച്ചോറ് കൊടുക്കാത്തതാണ് തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞ വളവള ജയിക്കും ഈ നവതോൽവി സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്നുണ്ട്. ഈ പ്രതികരണങ്ങൾ രാഷ്ട്രീയ പരാജയങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നേതാക്കൾ എത്രമാത്രം വൈമുഖ്യം കാണിക്കുന്നു എന്നതിന്റെ ഹാസ്യാത്മകമായ ഒരു പ്രതിഫലനമാണ്.